ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചന്ദ്രൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗൺ പ്രമാണിച്ച് കുറേ നാളായിട്ട് നഴ്സറി വിസിറ്റെല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി കുറച്ച് ചെടികൾ വാങ്ങി വന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ചെടികളെല്ലാം ഒന്ന് പരിചയപ്പെടുത്തുകയാണ് എന്തൊക്കെയാണ് വാങ്ങിച്ചു വന്നതെന്ന്. നമുക്കൊന്ന് നോക്കാം അതേതെല്ലാമെന്ന്. അതിനു മുമ്പായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇന്ന് പോയിട്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ആണ് വാങ്ങി വന്നത്. സിറ്റ് ഔട്ടിലും മറ്റു ഫാൻസി പോട്ടിലോ കളർ പോട്ടിലോ ഒക്കെ വെക്കാൻ പറ്റിയ ചെടികളാണ്. 100 മുതൽ 300-400 രൂപ വരെ വിലയുള്ള ചെടികളാണ് ഞാൻ ഇന്ന് വാങ്ങി വന്നത്. കലാത്തിയ, അഗ്ലോണിമ പോലുള്ള ചെടികളാണ്. അഗ്ലോണിമയുണ്ട്, ഒരു 9 വെറൈറ്റീസ് അഗ്ലോണിമ വാങ്ങി. പിന്നെ കലാത്തിയ, അതെല്ലാം നല്ല കോസ്റ്റ്ലി പ്ലാന്റ്സ് ആണ്. എന്നാലും എനിക്ക് കോസ്റ്റ്ലി ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ചെടികൾ. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്നറിയാം. അപ്പോൾ എനിക്ക് നിങ്ങളിത് കാണിക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് അവരൊപ്പം നമ്മളൊന്ന് കാണാം. ഞാൻ വാങ്ങിച്ച ചെടികളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇത് കലാത്തിയ, ഇതൊക്കെ കണ്ട, ഇതിന് കലാത്തിയ, ഇതിന് വേറെന്തോ പേരുണ്ടാവും, അതെനിക്കറിയില്ല. അതാ ഇതിൻ്റെ ഇലകളുടെ ഒരു സൗന്ദര്യം കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ഇത് വേറൊരു ടൈപ്പ് കലാത്തിയ വാങ്ങിച്ച്. പിന്നെ ഇതും ഇങ്ങനെ 3 കലാത്തിയാണ് ഞാൻ വാങ്ങിച്ചത്. കലാത്തിയുടെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അതെവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും. നോക്കി, ഇതിൻ്റെ ഇല നല്ല ഒരു ഡിസൈനിൻ്റെ നല്ല ഭംഗിയില്ലേ, ഒരു നീളമാണ് ഇല. ഇപ്പം ഞാൻ എൻ്റെ മോള് പറഞ്ഞതേ ഉള്ളൂ, അമ്മ ഈ ചെടി കാണാൻ നല്ല ഭംഗിയാണെന്ന്. അഗ്ലോണിമ ഞാൻ കുറേ എണ്ണം വാങ്ങിച്ചു, എൻ്റെ അടുത്ത് ഇല്ലാത്തതെല്ലാം വാങ്ങി. ഇതൊന്നും അഗ്ലോണിമ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ കളക്ഷൻസ് ഒന്നും എൻ്റെ അടുത്ത് ഇല്ല. ഇത് കണ്ട, സ്നോ വൈറ്റ്, ഇത് വലിയ ചെടിയാണ്. വേറൊരു വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ ഇല കുറച്ച് നീളം കുറവാണ്, നീളം കുറവാണ്. പിന്നെ കുറച്ചും കൂടി ബുഷി ആയിട്ട് വരുന്ന ടൈപ്പാണ് ഇത്. നിറയെ വരും അഗ്ലോണിമ. പിന്നെ എനിക്ക് അഗ്ലോണിമയുടെ തന്നെ നല്ലൊരു വെറൈറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ, ഇത് നല്ലൊരു വെറൈറ്റി. ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല. ഇതെൻ്റെ അടുത്ത് ഇല്ലാത്ത അഗ്ലോണിമയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതെടുത്തു വേഗം. അഗ്ലോണിമക്ക് മാത്രമാണ് 2000 ആയത്. ബാക്കിയുള്ളതിൻ്റെ വില ഞാൻ അതിൽ പറയുന്നുണ്ട്. ഇത് അഗ്ലോണിമയുടെ തന്നെ വേറെ നേർത്ത ലീഫുള്ളത്, അതിലൊരു വൈറ്റ് ഗ്രെയിൻസും ഉണ്ട്. ഈ അഗ്ലോണിമ നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഞാൻ വാങ്ങിച്ച എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റുമാണ്. ശരിക്കും നമുക്ക് ഇങ്ങനെ തന്നെ പോട്ടിൽ ഇറക്കി വെക്കാം. കുറേ കാലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റിയാൽ മതി. അതാ ഞാൻ കാണുന്ന ഒരു വലിയ ഗുണം. ഇത് തന്നെ എത്ര നല്ല ഹെൽത്തി പ്ലാന്റാണെന്നാ, നിറയെ വന്നിട്ടുണ്ട്, നല്ല ബുഷിയാണ്. നമുക്ക് ഇൻഡോറിലെല്ലാം വെക്കുകയാണെങ്കിൽ ഇത് ശരിക്കും ഇൻഡോറിൽ വെക്കുന്ന പ്ലാന്റ് തന്നെയല്ലേ. ഇൻഡോറിൽ നന്നായിരിക്കും. ഇത് അതേപോലെ കൊണ്ടുവച്ചാൽ മതി ഇൻഡോറിൽ. ഇത് അഗ്ലോണിമയുടെ തന്നെ വേറെ വെറൈറ്റി. അഗ്ലോണിമയുടെ തന്നെ വീതി കുറഞ്ഞ ഇലയുള്ളത്. പക്ഷെ ഇത് നല്ല ബുഷി പ്ലാന്റാണ്. നമുക്കിങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ ഇൻഡോറെല്ലാം വെച്ചിട്ട് ഭംഗിയാക്കാം. പക്ഷേ ഇത് നോക്കൂ, എത്ര ഹെൽത്തിയാണ്, എത്ര ഹെൽത്തി പ്ലാന്റാണിത്. ഇതൊന്നും ഞാൻ ഇപ്പോഴേ ചട്ടിയിലേക്ക് മാറ്റൂല, കുറേ കഴിഞ്ഞിട്ടേ ഞാൻ ചട്ടിയിലേക്ക് മാറ്റുള്ളൂ. അഗ്ലോണിമ അങ്ങനെ 9 ടൈപ്പ് ഞാൻ അഗ്ലോണിമയുടെ തന്നെ വാങ്ങി. ഇത് ഞാനൊരു അലോക്കേഷ്യയുടെ തൈ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഇതിനെ എവിടെയും കാണുമ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നും. അപ്പോൾ ഞാൻ യാദൃശ്ചികമായിട്ട് ഇന്നലെ അവിടെ കണ്ടപ്പം വാങ്ങിച്ച്. അപ്പോൾ അലോക്കേഷ്യയുടെ കളക്ഷൻ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ കുറച്ച് തൈകൾ എൻ്റെ അടുത്ത് ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് വാങ്ങി. ഇതിന് ഞാൻ 150 കൊടുത്തത്. ഇത് ഞാനൊരു കലേഡിയം എലിഫൻറ്റ് ഇയർ വാങ്ങിച്ചു. ഇത് എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു ചെടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിന് 100 രൂപ കൊടുത്തു. നല്ല പ്ലാന്റായി തോന്നി. അതുകൊണ്ട് എൻ്റെ കളക്ഷനിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു.
ഇതൊരു ഗ്രാസ് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലോ ഇതിപ്പോൾ കുറേ ആയിട്ടാകുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇതിൽ വെർട്ടിക്കൽ ഗാർഡനിലും എല്ലാം വെക്കാമല്ലോ. അങ്ങനെ വാങ്ങിച്ചാണ്. ഇതിനൊക്കെ 50 രൂപയാണ് കൊടുത്തത്. അതുപോലെ ഇതും സ്പൈഡർ പ്ലാന്റിൻ്റെ തന്നെ കുറച്ച് വീതിയുള്ള ആ ഒരു ടൈപ്പ് ഇലയാണ്. ഇതും വെർട്ടിക്കൽ ഗാർഡനിലും വെക്കാം, ഹാങ്ങിങ്ങിലും വെക്കാം. അങ്ങനെ വിചാരിച്ച് വാങ്ങിച്ചാണ്. ഇതിനും 50 രൂപ കൊടുത്ത്. ഇതൊരു ക്രോട്ടൺ, എനിക്ക് ക്രോട്ടോൻ്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ടൈപ്പ് ലീഫുള്ളത് എൻ്റെ അടുത്ത് ഇല്ല. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ച്. നല്ല ഭംഗിയല്ലേ ഇത് അരേലിയ കളക്ഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അരേലിയയുടെ ഒരു തൈ വാങ്ങിച്ച്. ഇതിൻ്റെ തൈകളാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മദർ പ്ലാന്റ് തന്നെ പൊട്ടിച്ച് അത് എടുത്ത് തന്നതാണ്. ഇതിന് 50 രൂപ കൊടുത്തത്. ഇത് വേറൊരു ടൈപ്പ് അരേലിയാണ്. ഇതിൻ്റെ വൈറ്റ് ഷെയ്ഡുള്ളത് ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ തൈ റെഡി ആയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്കത് കിട്ടിയില്ല. ഇതിനൊക്കെ സെയിം റേറ്റ് തന്നെയാണ് കൊടുത്തത്. പിന്നെ എനിക്ക് സിങ്കോണിയത്തിൻ്റെ 2 ടൈപ്പ്, ഈ ഒരു റൗണ്ട് ഇലയിൽ എൻ്റെ അടുത്ത് സിങ്കോണിയ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു റൗണ്ട് ഇലയുള്ളത് എനിക്ക് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് വാങ്ങിച്ച്. ഇതിന് 100 രൂപയാണെന്ന് തോന്നുന്നു കൊടുത്തത്. അതുപോലെ വേറെ ടൈപ്പ്, ഈ ഒരു ടൈപ്പ് സിങ്കോണിയ, ഈ ആരോ ഹെഡ് കണ്ട സിങ്കോണിയം ആരോ ഹെഡ്, ഇതും എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതും വാങ്ങിച്ചു. ഇതിന് 100 രൂപയാണ് കൊടുത്തത്. ഇതിന് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് എത്രയോ തൈകൾ ഉണ്ടാക്കാം. കണ്ട ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാം ഇതിന്ന്. പിന്നെ ഞാൻ കുറച്ച് ഫേണ് വാങ്ങിച്ചു. കുറച്ചൊന്നുമില്ല, 2 എണ്ണം വാങ്ങിച്ച ഫേണ്, 2 പോട്ട് ഫേണ് വാങ്ങിച്ച്. പിന്നെ ഇതും ഒരു കുഞ്ഞ് തൈ ഫേണ്, ഇതും വാങ്ങിച്ച്. ഇത്രയും ചെടികൾക്ക് ഞാൻ കൊടുത്തത് 2000 രൂപയാണ്. അപ്പോൾ ഇത്രയും വില കുറഞ്ഞിട്ട് വേറെ ഏത് സ്ഥലത്തൊന്നും കിട്ടൂല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ മിക്കവാറും എല്ലാ നഴ്സറിയിലും വിസിറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അത് കൊടുത്ത് വാങ്ങിച്ചു വന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നോട്ടിഫിക്കേഷന് വേണ്ടി അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.